ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പലതരത്തിലുള്ള ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ട്രെൻഡ് ആണല്ലേ. ഇതിലിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിൽ നിൽക്കുന്ന ഒന്നാണ് നമ്മൾ അഡൽട്ടിലുള്ള നമ്മളും ചെറിയ നമ്മളുടെ കുഞ്ഞിലത്തെ നമ്മളും തമ്മിലുള്ള ഒരു റിലേഷൻ കാണിക്കുന്ന തരത്തിലുള്ള ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസും. ഈ ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസിൽ നമ്മൾ തന്നെ നമ്മളുടെ ചെറുപ്പകാലത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മളുടെ ആ ഒരു ഇന്നർ ചൈൽഡിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ തന്നെ ചെറുപ്പത്തിലെ ആ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കുമ്പോൾ പലപ്പോഴും പലതരത്തിലുള്ള മെമ്മറീസ് ആയിരിക്കും നമ്മുടെയൊക്കെ ഉള്ളിൽ വരുന്നത് അല്ലേ. ഇങ്ങനത്തെ ഒരു പ്രോംപ്റ്റ് ഉപയോഗിച്ച് ഞാനും എൻ്റെതായിട്ടുള്ള ചെറുപ്പത്തിലെയും അഡൽട്ടിലെയും ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള മെമ്മറീസ് വരും. ചിലപ്പോൾ സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു ഓർമ്മയായിരിക്കും, എന്നാൽ ചിലപ്പോൾ നല്ല വിഷമം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെ ട്രൊമാറ്റിക് ആയിട്ട് നമ്മൾ ആ ഒരു പ്രായത്തിൽ ചെറിയ പ്രായത്തിൽ കടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ഇന്നർ ചൈൽഡ് നമ്മളെ ഇപ്പോഴും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരുടെയും ഉള്ളില് ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട്. ചില ആളുകൾക്ക് മാത്രമായിരിക്കും അവരുടെ ബാല്യകാലം വളരെ സന്തോഷവും നല്ലതുമായിട്ടുള്ള ഓർമ്മകൾ നിറഞ്ഞത്. നല്ല ഒരു ശതമാനം ആളുകൾക്കും ഒരുപാട് തരത്തിലുള്ള വിഷമഘട്ടങ്ങള്, നെഗറ്റീവ്സ്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഒഴിവാക്കുന്നത്, ഉപേക്ഷിക്കല്, ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ബാല്യകാലമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫിനെ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഇപ്പോഴത്തെ കറണ്ട് ലൈഫ്, നമ്മൾ പ്രായമുള്ള ഒരു വ്യക്തിയായിരിക്കും, പക്ഷെ ആ ഒരു ലൈഫിൽ പോലും ഈ ചെറുപ്പകാലത്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള വേദനകൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും നമ്മൾ അത് തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് അതിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ മാറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കാത്തത്. ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ നമ്മളുടെ ആ ഒരു ഇന്നർ ചൈൽഡിനെ നമുക്ക് ഹീല് ചെയ്യാമെന്നുള്ളത് നോക്കാം. ലിസൺ ടു വാട്ട് യുവർ ഇന്നർ ചൈൽഡ് ഹാസ് ടു സേ. നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിക്ക് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹീലിംഗ് പ്രോസസ്സിൽ. ഇതിന് നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്ത് ചെറുപ്പത്തിലുള്ള നമ്മളെയും ഇപ്പോഴുള്ള നമ്മളെയും നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു ഇമേജിലേക്ക് ഒരു അല്പസമയം ആ ചെറിയ നമ്മളെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ഒരുപാട് മെമ്മറീസ് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകും. അതിൽ ഏത് ഫീലിങ്സ് ആണ് ആ ഒരു കുട്ടിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എന്നൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്താണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്നുള്ളതും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ചിലപ്പോൾ ആങ്സൈറ്റി ആവാം, ഷെയിം ആവാം, റിജക്ഷൻ ആവാം, അബാൻഡൻമെന്റ് ആവാം. എന്താണ് നമ്മളുടെ ഇപ്പോഴത്തെ കറണ്ട് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു ബാല്യത്തിലെ പ്രശ്നവുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്തിരിക്കും. അത് തിരിച്ചറിയുകയാണ് ഹീലിംഗിലെ ആദ്യത്തെ സ്റ്റെപ്പ്. റൈറ്റ് എ ലെറ്റർ. ഇന്നർ ചൈൽഡ് ഹീലിംഗിന് നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ടൂളാണ് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിക്ക് തുറന്ന മനസ്സോടെ ഒരു ലെറ്റർ എഴുതാൻ നമ്മൾ തയ്യാറാവുക. അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു ഇമേജിലേക്ക് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അതിനൊരു അല്പസമയം ആ ഒരു ഫോട്ടോയിലേക്ക് നമ്മൾ നോക്കിയതിന് ശേഷം ആ ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ ഒരു കത്ത് എഴുതുക എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ നീ അനുഭവിച്ച എല്ലാ വേദനകളും ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു അഡൽട്ട് പെർസ്പെക്റ്റീവിൽ ഒരു വലിയ ആള് എങ്ങനെയാണോ ഒരു കുട്ടിക്ക് സാന്ത്വനപ്പെടുത്തി ആശ്വാസം പകർന്നുകൊണ്ടൊരു ലെറ്റർ എഴുതുന്നത്, ആ രീതിയിൽ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ തോന്നുന്നോ അതെല്ലാം വെച്ച് ആശ്വാസം സപ്പോർട്ടും ഒക്കെ കൊടുക്കുന്ന ഒരു ലെറ്റർ എഴുതുക. കുറച്ച് സമയം നമ്മളൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ആ ലെറ്റർ ഒന്ന് വായിച്ചു നോക്കുക. ആ ഒരു ഉള്ളിൽ നമ്മളുടെ ഇപ്പോഴും അലട്ടുന്ന ഒരുപാട് വിഷമങ്ങളുള്ള ആ ഒരു കുട്ടിക്ക് നല്ല ഒരു ആശ്വാസം അല്ലെങ്കിൽ ഹീലിംഗ് പ്രൊവൈഡ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. മെഡിറ്റേഷൻ ഏറ്റവും അധികം നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ ചൈൽഡുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു മെത്തഡാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിക്ക് എന്ത് മാനസിക ബുദ്ധിമുട്ടാണ് ഉള്ളത്, അല്ലെ ഇപ്പോഴും നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ആ ചെറുപ്പത്തിലെ എന്ത് പ്രശ്നമാണ് ഉള്ളത് എന്നുള്ളത് തിരിച്ചറിയാൻ മെഡിറ്റേഷനിലൂടെ സാധിക്കും. അതിന് നമുക്ക് ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം, അല്ലെ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. ഈ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഇമേജിലുള്ള കുട്ടിയെ ഒന്ന് കുറച്ച് സമയം നോക്കി മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കണ്ണുകൾ അടച്ച് ആ ഒരു ഇന്നർ ചൈൽഡിനോട് നമ്മൾ സംസാരിക്കുക. എന്താണ് നിന്റെ പ്രശ്നം, അല്ലെങ്കിൽ എപ്പോഴും എന്താണ് നിനക്ക് അലട്ടുന്നതായിട്ടുള്ള ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിച്ച് പതിയെ പതിയെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പ്രശ്നം എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് മെഡിറ്റേഷനിലൂടെ. ജേർണലിംഗ് ഒരുപാട് തരത്തിൽ നമുക്ക് മറക്കാൻ സാധിക്കാത്ത
നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുണ്ട്, അതിപ്പോഴും നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ട്, എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും അല്ലെ അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു നല്ല എഫക്റ്റീവ് ടെക്നിക്കാണ് ജേർണൽ എഴുതുക എന്നുള്ളത്. അതായത് ഡെയിലി നമ്മൾ നമ്മുടെ ആ ഒരു കുട്ടിക്ക് ഒരു ലെറ്റർ എഴുതുന്ന പോലെ, അല്ലെങ്കിൽ അതിന് ഏറ്റവും അധികം വിഷമിപ്പിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിനുള്ള ആശ്വാസവാക്കുകൾ പറഞ്ഞ് വളരെ സ്ലോലി ഒരു ഹീലിംഗിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ജേർണലിങ്ങിലൂടെ സാധിക്കും. ബ്രിങ് ബാക്ക് ദ ജോയ്സ് ഓഫ് ചൈൽഡ്ഹുഡ്. നമ്മുടെ ചെറുപ്പത്തിലേക്ക് നമ്മൾ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു സന്തോഷം തരുന്ന മൊമെന്റ് നമ്മുടെ പ്രസന്റിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. എന്ത് വേണമെങ്കിലും നമുക്ക് അതിന് യൂസ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളുടെ കൂടെ ഒന്ന് കളിക്കുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഞാൻ ആ പഴയ കുട്ടിയായിട്ട് മാറിയെന്ന്. ആ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രമിക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാവാം, പക്ഷേ നമ്മളുടെ ഇന്നർ ചൈൽഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എന്റെ ഇന്നർ ചൈൽഡിൽ ഏറ്റവും അധികം എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് ഐസ്ക്രീം കഴിക്കുക എന്നുള്ള. ആ ഒരു മൊമെന്റില് ഞാൻ എന്റെ പഴയ ആ ഒരു കുട്ടിയായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ, അതൊക്കെ എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് തരുന്നതാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ചൈൽഡ്ഹുഡിൽ നമുക്ക് ഏറ്റവും നല്ല ഓർമ്മകൾ തരുന്ന എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കളികൾ അല്ലെങ്കിൽ ഗെയിംസ് ആവാം. അങ്ങനെ ഇപ്പോഴും നമ്മളുടെ എത്ര ബിസി ആയിട്ടുള്ള ലൈഫിലാണെങ്കിലും ഒരു അല്പസമയം നമുക്ക് കിട്ടുമ്പോൾ അങ്ങനെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തി അതിനൊരു അല്പസമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരു മെഡിറ്റേഷൻ ട്രൈ ചെയ്തു, അല്ലെ ഒരു ലെറ്റർ നമ്മളുടെ ഇന്നർ ചൈൽഡിന് എഴുതി എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു നീണ്ട ഒരു കാലയളവ് നമ്മളുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ച വേദനകളോ ബുദ്ധിമുട്ടുകളോ ആ ഓർമ്മകളോ ഒന്നും നമ്മളെ വിട്ടുപോകില്ല. പതിയെ പതിയെയാണ് ഈ ഒരു പ്രോസസ്സ് നമുക്ക് സക്സസിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മളുടെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുന്ന അല്ലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഒരു കുട്ടിയുടെ വിഷമതകളും വേദനകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കുറച്ചുകൊണ്ട് വരിക എന്നുള്ളത് ഒരു എഫേർട്ട് ഇടേണ്ട കാര്യമാണ്. അപ്പൊ വളരെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രസന്റ് ലൈഫിലും ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് ഒരുപാട് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന ഒരാളാണ് എങ്കിൽ അത് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗിലൂടെ നമുക്ക് സാധിക്കും.